ഫെബ്രുവരി 28 ഏഴാം ആഴ്ചയിലെ വെള്ളിയാഴ്ച. മാർക്കോസ് 10:1 മുതൽ 12 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു വീട്ടമ്മ ഒരു ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ ഭർത്താവിനെക്കുറിച്ച് പരാതിപ്പെട്ടു. ഗുരു ക്ഷമയോടെ അവളെ ശ്രദ്ധിച്ചു. ഒടുവിൽ അവളോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവളെ, നീ ഒരു മികച്ച ഭാര്യയായിരുന്നെങ്കിൽ നിൻ്റെ ദാമ്പത്യം സന്തോഷകരമാകുമായിരുന്നു. എനിക്ക് എങ്ങനെ ഒരു മികച്ച ഭാര്യയാകാൻ കഴിയും? അവൾ ചോദിച്ചു. ഗുരു പറഞ്ഞു, നിൻ്റെ ഭർത്താവിനെ മികച്ചതാക്കാൻ ഇത്ര കഠിനമായി ശ്രമിക്കാതിരിക്കുക. ഇന്നത്തെ സുവിശേഷ വായനയിൽ ഫരിസേയർ വീണ്ടും യേശുവിനെ കുടുക്കാൻ ശ്രമിക്കുന്നതായി കാണാം. അവർ അവനെ സമീപിച്ച് ചോദിക്കുന്നു, ഒരു ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? മനുഷ്യകുലത്തിൻ്റെ ആരംഭം മുതൽ ബന്ധങ്ങൾ ദുർബലമാണ്. രണ്ട് വ്യക്തികൾ പരസ്പരം ദിവസവും ഒരുമിച്ച് ജീവിക്കുന്ന വിവാഹത്തിൽ ഇത് പ്രത്യേകിച്ചും സത്യമാണ്. എല്ലാ വിവാഹങ്ങളും സ്വർഗത്തിൽ നടക്കുന്നതല്ല. ചിലത് നിർബന്ധിത വിവാഹങ്ങളാണ്, മറ്റുള്ളവ സ്നേഹരഹിത വിവാഹങ്ങളാണ്. രാവും പകലും പരസ്പരം പോരടിക്കുന്ന ഒരു വിവാഹിത ദമ്പതികളെയോ അല്ലെങ്കിൽ ദമ്പതികളുടെ ബന്ധത്തിൽ സ്ഥിരമായി ഒരു മുള്ളായി മാറുന്ന ഒരു മൂന്നാം കക്ഷിയോ നാലാം കക്ഷിയോ ഉള്ള ദമ്പതികളെ ഒന്ന് സങ്കല്പിക്കുക. എത്ര അസന്തുഷ്ടമായ ജീവിതമായിരിക്കും അവരുടേത്. അതിനാൽ ഒരു ക്രിസ്തീയ പരിസ്ഥിതി സ്ഥിതിയിൽ പോലും വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചോദ്യം എല്ലായ്പ്പോഴും ഉയർന്നു വരുന്നു. ഒരു കുടുംബത്തിൻ്റെ തകർച്ചയുടെ പരിണതഫലം ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ബന്ധം തകർന്നു പോകുന്നതാണ്. വിവാഹമോചനത്തിന് ശേഷവും ചിലരെ സന്തോഷമായിട്ട് ചിലരെ കാണാൻ കഴിയുമെങ്കിലും ആ തകർന്ന കുടുംബത്തിൻ്റെ ആദ്യ ഇരകളായ കുട്ടികളിൽ ഇവരുടെ വേർപിരിയലിൻ്റെ മുറിവ് എപ്പോഴും നിലനിൽക്കുന്നു. യേശു വിവാഹമോചനത്തെ എതിർക്കുന്നതിൻ്റെ ആത്യന്തിക കാരണം ഇതായിരിക്കാം. കുടുംബത്തിൻ്റെ തകർച്ച ദൈവവുമായുള്ള നമ്മുടെ തകർന്ന ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു. ആളുകളുടെ ഹൃദയകാഠിന്യം മൂലമാണ് മോശ വിവാഹമോചനം അനുവദിച്ചതെന്ന് യേശു വിശദീകരിക്കുന്നു. പ്രവാചകന്മാരെയും യേശുവിനെയും ശ്രദ്ധിക്കുന്നതിൽ നിന്ന് ധാരാളം ആളുകളെ തടഞ്ഞത് അതേ ഹൃദയകാഠിന്യമാണ്. സ്നേഹത്തിൻ്റെയും അനുതാപത്തിൻ്റെയും സുവിശേഷ സന്ദേശം ഇന്ന് ആളുകൾ ശ്രദ്ധിക്കാത്തതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ദമ്പതികൾ പരസ്പരം മനസ്സിലാക്കാൻ പഠിച്ചാലും അതിലുപരി ദൈവത്തെ ശ്രവിക്കാൻ പഠിച്ചാലും വിവാഹമോചനത്തിൻ്റെ പ്രശ്നം ചർച്ച ചെയ്യപ്പെടാതെ പോയേക്കാം. ഒരു ശരീരവും മനസ്സുമായിരിക്കുന്നതിൻ്റെ അർത്ഥം അവർ മനസ്സിലാക്കുകയും അവരുടെ ഐക്യം നിലനിർത്തുകയും ചെയ്താൽ മുഴുവൻ മനുഷ്യവർഗവും എല്ലാവരുടെയും ഏകപിതാവായ ദൈവമുള്ള ഒരു യഥാർത്ഥ കുടുംബമായി തീരും. പ്രിയപ്പെട്ടവരെ, ഓരോ കുടുംബത്തിൻ്റെയും നിലനിൽപ്പിനും സന്തോഷത്തിനും വേണ്ടി നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു കുടുംബജീവിതം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.